ഹായ് ഓൾ, വെൽക്കം ടു സെലക്ട്. ഞാൻ ഡോക്ടർ സൽമ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്ത് നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്താണ് രാജാവായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു രാജാവായ കഥ നമ്മൾ കേട്ടു. ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്ത്, എങ്ങനെയാണ് ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം എന്നൊക്കെ കേട്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഫാക്റ്റാണ്. ബിക്കോസ് PSC പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫാക്റ്റ് ഒഴിവാക്കാൻ പറ്റൂല. ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ ട്രീറ്റി മീൻസ് സന്ധി, ഓക്കെ, വേണാട് സന്ധി ആരൊക്കെ തമ്മിലാണ്, പുറക്കാട് യുദ്ധം ആരൊക്കെ തമ്മിലാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കണം. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെയായിരുന്നു. 1706 മാർത്താണ്ഡവർമ്മ MB എന്നിടുവാണ് ഞാൻ. മാർത്താണ്ഡവർമ്മ ജനിച്ചു. പിന്നീട് 1729 മാർത്താണ്ഡവർമ്മ രാജാവാകുന്നത്. സോ അതിൻ്റെ മുന്നേ ഒരു ട്രീറ്റി കിടക്കുന്നു, വേണാട് ട്രീറ്റി, വേണാട് സന്ധി അല്ലേ? അത് 1723 വേണാട് സന്ധി ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് രാജാവാകുന്നതിന് മുന്നേ ഒരു ട്രീറ്റി ഉണ്ടാവുന്നത്? ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രാമവർമ്മ രാജാവാകുന്നതിൻ്റെ മുന്നേ. നോക്കിയ മാർത്താണ്ഡവർമ്മക്ക് അന്നൊരു 17 വയസ്സേ ഉള്ളൂ. ആ ഒരു സമയത്താണ് വേണാട് ട്രീറ്റി ഉണ്ടായിട്ടുള്ളത്. 1723 അന്നേ മാർത്താണ്ഡവർമ്മ ഭയങ്കര നയതന്ത്രജ്ഞനായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ വേണാട് ട്രീറ്റി വിത്ത് ബ്രിട്ടീഷ് ആണ് ഉണ്ടാകുന്നത്. അന്നത്തെ കിങ് ആയിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിട്ടുള്ള രാമവർമ്മയോട് ബ്രിട്ടീഷുകാരുമായിട്ട് ട്രീറ്റി നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ വേണാട് സന്ധിക്ക് വേണ്ടി ഉപദേശം കൊടുക്കുന്നതൊക്കെ നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ഇൻ ദ ഏജ് ഓഫ് 17. അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമ്മൾ പഠിച്ചു. വേണാട് പഠിക്കുമ്പോൾ വേണാടിനെ എവിടെ വരയ്ക്കും? ഓക്കെ, വേണാട് പഠിക്കുമ്പോൾ ഓക്കെ, ഇത് വേണാടാണെങ്കിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഒരാളുണ്ട്, കായംകുളം. കായംകുളം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കായംകുളം കിങ്ങുമായിട്ട് മാർത്താണ്ഡവർമ്മ മോസ്റ്റ് ഓഫ് ദി ടൈം യുദ്ധമുണ്ട്. ഓക്കെ, സോ കായംകുളം ട്രീറ്റി നടക്കുന്നത്, കായംകുളം ട്രീറ്റി അല്ല, ട്രീറ്റി ഓഫ് മാന്നാർ നടക്കുന്നത് 1742 വിത്ത് കായംകുളം കിങ്. പക്ഷെ കായംകുളം കിങ് ആ ഒരു മാന്നാർ സന്ധി അത് എന്താ പറയുക, കായംകുളം കിങ് അനുസരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പിന്നീട് പുറക്കാട് ബാറ്റിൽ ഓഫ് പുറക്കാട് ഉണ്ടാകുന്നത്. അതുവഴിയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം കീഴ്പ്പെടുത്തുന്നത്, ഓക്കെ, പിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് മാവേലിക്കര സന്ധിയാണ്. മാവേലിക്കര സന്ധിയും ഒന്ന് ഓർത്തു വെക്കണം. മാവേലിക്കര സന്ധി എങ്ങനെ ഓർത്തു വെക്കേണ്ടത്? വേണാട് ട്രീറ്റി എന്നാണ് നടക്കുന്നത്. വേണാട് സന്ധി 1723 നടക്കുന്നത്. അത് കഴിഞ്ഞൊരു 30 വർഷം കഴിഞ്ഞ് 1753 ട്രീറ്റി ഓഫ് മാവേലിക്കര അല്ലെങ്കിൽ മാവേലിക്കര സന്ധി നടക്കുന്നത്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ പ്രദേശം, ആറ്റിങ്ങൽ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ അമ്മയുടെ പേര് പഠിക്കുമ്പോൾ പഠിച്ചാണ്. ആറ്റിങ്ങൽ റാണിയായിരുന്നു അമ്മ, അമ്മയുടെ പ്രദേശമായിരുന്നു ആറ്റിങ്ങൽ കീഴ്പ്പെടുത്തിയതിനെ കുറിച്ച് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. മാർത്താണ്ഡവർമ്മ ചുമ്മാ പോയി കീഴടക്കി, അങ്ങനെയല്ല. മാർത്താണ്ഡവർമ്മയുടെ അമ്മയുടെ പ്രദേശമാണ്. ആൻഡ് ഓൾസോ ആ ഒരു സമയത്ത് ആറ്റിങ്ങലിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റിങ്ങൽ എന്താണ്, ഒരു തീരദേശ പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, എല്ലാവരും അത് പിടിച്ചെടുക്കാനുള്ളൊരു തർക്കത്തിലായിരിക്കും. ഓക്കെ, സോ എസ്പെഷ്യലി ആര്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാരും ഡച്ചുകാരും എല്ലാവരും ആ ഒരു സിനാരിയോയിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റ് നമ്മളിപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കോൺഫ്ലിക്റ്റുകൾ, അധികാരത്തിൽ വരുമ്പോഴുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു. ആ ഒരു സമയത്തുള്ള ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ട്. ആരായിരുന്നത്? ഇംഗ്ലീഷുകാരും ഡച്ചുകാരൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അവരാണെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു സാഹചര്യം പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. എന്തിന്? അവർക്ക് ഇതിനിടയിൽ കയറി ഭരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്രയും ഈ 3 ട്രീറ്റികളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആറ്റിങ്ങൽ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുകയാണ് പിന്നീട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഓക്കെ, മാർത്താണ്ഡവർമ്മ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ബാറ്റിൽ ഓഫ് കുളച്ചലാണ്. കുളച്ചൽ യുദ്ധം നടന്ന എന്നാണ്? PSC ചോദിച്ച് ഒരുപാട് വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ബാറ്റിൽ ഓഫ് കുളച്ചൽ സ്റ്റേറ്റ്മെന്റിലും ഇത് ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 1741 ബാറ്റിൽ ഓഫ് കുളച്ചൽ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് കുളച്ചിൽ ആര് തമ്മിലാണ്? എന്തിനു വേണ്ടിയായിരുന്നു ബാറ്റിൽ ഓഫ് കുളച്ചിൽ? മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു യുദ്ധത്തിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. കൊല്ലമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, കൊട്ടാരക്കരയായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ആറ്റിങ്ങലായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കായംകുളമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. കായംകുളമായിട്ടുള്ള യുദ്ധങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം. ഓക്കെ, ഈ യുദ്ധത്തിന് നമുക്ക് അഭിമാനിക്കാനുള്ളൊരു വകയും കൂടെ ഉണ്ട്. എന്താണ്? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ പവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തോപ്പിക്കുന്നത്. ഓക്കെ, ഫൈറ്റിൽ തോപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. സോ അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ബാറ്റിൽ ഓഫ് കുളച്ചിൽ എന്നാ നടന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും ഓർത്തു വെക്കണം. കുളച്ചിലാണ്. സോ 1741 ബാറ്റിൽ ഓഫ് കുളച്ചിൽ നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മ ചുമ്മാ പോയി യുദ്ധം ചെയ്തതാണോ? അല്ല. എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്?
തിരുവിതാംകൂർ ഇവിടെ ആണെങ്കിൽ കുളച്ചിലിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഡച്ചുകാർ സൗത്ത് സൈഡ് വഴി തെക്ക് വശം വഴി എന്താണ് നമ്മുടെ തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നതാണ്. ആ ഒരു സമയത്ത് മാർത്താണ്ഡവർമ്മ എന്തായിരുന്നു, കായംകുളം, വടക്കുംകൂർ, തെക്കുംകൂർ ആ സംഭവങ്ങളൊക്കെ ആക്രമിച്ചിരിക്കുന്ന സമയത്താണ് ഡച്ചുകാർ സൗത്ത് സൈഡിൽ നിന്ന് ഒരു ശ്രമം നടത്തിയത്. അപ്പോഴാണ് എന്താണ് മാർത്താണ്ഡവർമ്മ അതറിയുകയും ഡച്ചുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ആൻഡ് ആ ഒരു യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ വിജയം വരിച്ചു. ആ ഒരു ഇയർ നിങ്ങൾ മറക്കരുത്, 1741, 1741. ഓക്കെ, അവിടുന്ന് നമുക്ക് ആ യുദ്ധത്തിൽ വിജയം മാത്രമല്ല കിട്ടിയത്, ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ ഡച്ചുകാരുടെ ആ യുദ്ധത്തിൻ്റെ സേനാധിപനായിരുന്നു ആര്, ഡെലനോയ്. ഓക്കെ, ഡെലനോയ് ആ പേര് ഒന്ന് ഓർത്ത് വെക്കണേ, ഡെലനോയ്. ഓക്കെ, അപ്പോൾ ഡെലനോയ്ക്ക് മാർത്താണ്ഡവർമ്മ 2 ഓപ്ഷനാണ് കൊടുത്തത്. ഒന്നുകിൽ ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നു കളയും, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, ഡച്ചുകാരുടെ സേനാധിപനായിരുന്നല്ലോ, ഒരുപാട് സൈനിക സംഭവങ്ങളൊക്കെ പുള്ളിക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ തിരുവിതാംകൂർ സേനയ്ക്ക് എന്താണ് മോഡേൺ ആയിട്ടുള്ള മിലിറ്ററി സാധനങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഓഫ് കോഴ്സ് ആരാണെങ്കിലും എന്താണ് സ്വീകരിക്കുക, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറയും. അതേപോലെ തന്നെ ഡെലനോയും പറഞ്ഞു. പിന്നീട് ഡെലനോയി ഒരുപാട് കീഴടക്കലിലൊക്കെ ഡെലനോയി ഒരു പാർട്ടായിരുന്നു. പിന്നീട് ഒരു മാർത്താണ്ഡവർമ്മക്ക് ഒരു അസറ്റ് തന്നെ ആയിട്ട് ഡെലനോയി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഡെലനോയിന് പറയുന്ന ഒരു വേറെ പേരാണ് തിരുവിതാംകൂറിന്റെ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഓഫ് ട്രാവൻകൂർ എന്ന് പറയും. ഓക്കെ, ഗ്രേറ്റ് ക്യാപ്റ്റൻ ഓഫ് ട്രാവൻകൂർ. ഈ ഡെലനോയിയുടെ മെമ്മോറിയൽ, ഡെലനോയി മരിക്കുന്നത് കാർത്തിക തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. സോ അവിടെ മെമ്മോറിയൽ സൂക്ഷിച്ചിരിക്കുന്നത് ഉദയഗിരി കോട്ടയിലാണ് സൂക്ഷിക്കുന്നത്. അതും കൂടെ ഒന്ന് ഈ ഒരു അവസരത്തിൽ ഓർത്തു വെക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ മാർത്താണ്ഡവർമ്മക്ക് ശേഷം എന്ന് പറയേണ്ടി വരും. ഓക്കെ, മാർത്താണ്ഡവർമ്മക്ക് മുന്നേ എന്തായിരുന്നു, ഒരു ഫ്യൂഡൽ ഭരണമായിരുന്നു നിലനിന്നിരുന്നത് അല്ലേ. സോ ആ ഒരു ഫ്യൂഡൽ ഭരണം കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ചെന്ന് ഞാൻ പറയില്ല, അതിനൊരു അവസാനത്തിനൊരു മാറ്റം ഉണ്ടാകുന്നു. ആ ഒരു സംഭവം, ഒരു മാറ്റം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്യൂഡൽ ഭരണവ്യവസ്ഥയെ മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. അന്നുണ്ടായിരുന്ന നമ്മൾ പറഞ്ഞല്ലോ 8 യോഗം 8 വീട്ടിൽ പിള്ളമാർ എല്ലാവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ അത് മാറ്റിയിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു രീതിയിലോട്ട് തിരുവിതാംകൂർ കടന്നുപോയി. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ക്ഷേത്രവും കാര്യക്കാരും അവരെ ആൾക്കാരും അങ്ങനെയല്ലല്ലോ, എല്ലാവരും കൺസിഡർ ചെയ്യും കുറച്ചെങ്കിലും. ഓക്കെ, അപ്പോൾ എന്താണ്, ലാൻഡ് സർവേ കൊണ്ടുവന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മ നിയോഗിച്ച മല്ലൻ ശങ്കരൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. ആ പേരൊന്നും നിങ്ങൾ ഓർത്തു വെക്കണം. ലാൻഡ് സർവേ കൊണ്ടുവന്നത് 1739. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ബിഗ് ചേഞ്ചാണ്. ഓക്കെ, അതേപോലെ മാർത്താണ്ഡവർമ്മ ഭൂമികളെ 4 തരത്തിൽ ദാനം ചെയ്തിട്ടുണ്ട്. 4 തരത്തിൽ. മുന്നേ ആയിരുന്നെങ്കിൽ എന്താണ്, ഒറ്റ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഈസ് ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലെ ബ്രാഹ്മണന്മാർ, നമ്പൂതിരിമാരുടെ ഭൂമി അങ്ങനെയായിരുന്നു, അവർക്ക് മാത്രമാണ് ഭൂമിയിൽ അവകാശം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ്, ദേവസ്വം, ദിസ് ഈസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഓർത്ത് വെക്കണം. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക 4 തരത്തിൽ ഭൂമികളെ ഡിവൈഡ് ചെയ്തു. ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നുണ്ടായിരുന്ന ഭൂമിയിലെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് ദേവസ്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രഹ്മസ്വം. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓൺഡ് ബൈ ബ്രാഹ്മണന്മാർ ഓൺ ചെയ്ത ലാൻഡാണ് ബ്രഹ്മസ്വം. അടുത്തതാണ് ദാനം, ജസ്റ്റ് ഡൊണേഷൻ വഴി കൊടുത്ത, ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊണേഷൻ പോലെ കൊടുത്ത ഭൂമിയാണ് ദാനം. അടുത്തതാണ് പണ്ടാരവക, പണ്ടാരപ്പാട്ട വിളംബരം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, അത് തന്നെ പണ്ടാരവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വക. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഭൂമിയാണ് പണ്ടാരവക ഭൂമി. ഓക്കെ, ഇനി അടുത്തത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു കാര്യം നോക്കാനുള്ളത്, തിരുവിതാംകൂറിലെ ബഡ്ജറ്റൊക്കെ വന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പതിവ് കണക്ക് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും, വിച്ച് ഈസ് മാർത്താണ്ഡവർമ്മ, ഫസ്റ്റ് മാർത്താണ്ഡവർമ്മ അല്ലേ. അടുത്തതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അഡ്മിനിസ്ട്രേഷൻ ആദ്യമായിട്ട് തുടങ്ങുമല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്, ഗ്രാമങ്ങളുണ്ട്. ഓക്കെ, ഗ്രാമങ്ങളെ നോക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ പ്രവർത്തികാർ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഓക്കെ, ഗ്രാമങ്ങളെ നോക്കാൻ പ്രവർത്തികാരുണ്ട്. പിന്നെ ആരുണ്ട്, മണ്ഡപമുണ്ട്. കുറച്ച് ഗ്രാമങ്ങളൊക്കെ കൂടി ചേർന്ന മണ്ഡപങ്ങളുണ്ട്, താലൂക്കൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ്. ഓക്കെ, അതിനെ നോക്കാൻ ആരുണ്ട്, മണ്ഡപത്തും വാതുക്കൾ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSC ഒരു ഡിഗ്രി പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മണ്ഡപത്തും വാതുക്കൾ, വിച്ച് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ മണ്ഡപത്തും വാതുക്കൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കണം. അടുത്തത് ഫൈനാൻസ് ഓഫീസേഴ്സ് ഉണ്ട്. അതാണ് മുളക് മടിശീലക്കാർ. ഓക്കെ, മടിശീലക്കാർ എന്ന് പറയുമ്പോൾ മറ്റേ കാശ് ഇങ്ങനെ തുണിൻ്റെ ഇടയിൽ വെക്കില്ലേ, അതേപോലെ അത് ഓർത്ത് വെച്ചാൽ മതി. ഫൈനാൻസ് ഓഫീസേഴ്സാണ് അവർ.
ഓക്കെ, ഇനി മാർത്താണ്ഡവർമ്മയുടെ മേജർ കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, തിരുവനന്തപുരത്തെ ആൾക്കാരാണെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളല്ല, ഈസ്റ്റ് ഫോർട്ട്, വെസ്റ്റ് ഫോർട്ട് അല്ലേ, അതൊക്കെ പണിതത് ആരുടെ കൺസ്ട്രക്ഷനാണ്? മാർത്താണ്ഡവർമ്മയുടെ കൺസ്ട്രക്ഷനാണ്. അതേപോലെ തന്നെ ഉദയഗിരി ഫോർട്ട് പണിതത് മാർത്താണ്ഡവർമ്മയല്ല, അത് റീബിൽഡ് ചെയ്തത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ വട്ടക്കോട്ടൈ ഫോർട്ട് കന്യാകുമാരിയിലാണ്, ഇന്നത്തെ കന്യാകുമാരിയിലാണ് വട്ടക്കോട്ടൈ ഫോർട്ട് ഉള്ളത്. അതേപോലെ പൊന്മന ഡാം, പുത്തൻ ഡാം ഒക്കെ പണിതത് മാർത്താണ്ഡവർമ്മയാണ്, ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് തൃപ്പടിദാനം. ഓക്കെ, തൃപ്പടിദാനം എന്തിനാണ് നടക്കുന്നത്? എന്താണ് തൃപ്പടിദാനം? കുറെ കേട്ടിട്ടുണ്ടാവില്ലേ, മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി, പത്മനാഭദാസനായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഥ കേട്ടിട്ടുണ്ടാവും. കഥയല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ ചെയ്തത്? അത് എന്ത് ചെയ്തു? ശ്രീ പത്മനാഭസ്വാമിക്ക് ട്രാവൻകൂറിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് എന്ത് ചെയ്തു? ദാനം ചെയ്തു, അടിയറവ് വെച്ചു എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് പറയുകയാണ് കിങ് ആണ് ഇനി ഭൂമിയുടെ അവകാശി, ഞാൻ അവിടുത്തെ റൂളറാണ്, അങ്ങനെ പറയുന്നത്. അപ്പോൾ തൃപ്പടിദാനം ശരിക്കും ഒരു ആ ഒരു ഭക്തിയുടെ ഭാഗം മാത്രം ആയിട്ടുണ്ടായതാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഒരു കോൺഫ്ലിക്റ്റാണ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. പക്ഷെ അത് അങ്ങനെയല്ല. അതെന്താണ്? അതൊരു നയതന്ത്രമാണ്, അതൊരു ടാക്ടിക്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? പിന്നീട് ആ ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇതാണല്ലോ. സോ ഓക്കെ, അപ്പോൾ തൃപ്പടിദാനം നടക്കുന്നത് 1750 തൃപ്പടിദാനം നടക്കുന്നത്. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തൃപ്പടിദാനം. ഓക്കെ, അടുത്തത് രണ്ടാം തൃപ്പടിദാനം നടക്കുന്നുണ്ട്. അത് നമ്മൾ കാർത്തിക തിരുനാൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ പഠിക്കും. അത് ഇയർ 1766 രണ്ടാം തൃപ്പടിദാനം. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ടെമ്പിൾ റിലേറ്റഡ് പരിപാടീസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. വിച്ച് ഈസ് 1731 തൊട്ട് 33 വരെ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ റിനോവേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സിംഗിൾ സ്റ്റോൺ മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ മുറജപം, അതൊരു 6 വർഷം കൂടുമ്പോഴുള്ളൊരു ആചാരമാണ് മുറജപം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ തന്നെ ഭദ്രദീപം ട്വൈസ് ഇയർ നടക്കുന്ന സംഭവമാണ് ഭദ്രദീപം. അതേപോലെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, ഹിരണ്യഗർഭം. ഓക്കെ, ഹിരണ്യഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഈസ് റീബോൺ, രാജാവ് വീണ്ടും ഉണ്ടായ ഒരു രാജാവിൻ്റെ ലെജിറ്റമസി തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആചാരം പോലെ, ഒരു കൊറോണേഷൻ സെറിമണിയുമായി ബന്ധപ്പെട്ട ഒരു ഹിരണ്യഗർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ വൂമ്പ് എന്നാണ് പറയുന്നത്, വൂമ്പ്. ഓക്കെ, സോ അതാണ് ഹിരണ്യഗർഭം. അതും കൂടെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി മാർത്താണ്ഡവർമ്മ റിലേറ്റ് ചെയ്ത് 1-2-3 ഫാക്ട്സും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. മാർത്താണ്ഡവർമ്മ മൊത്തത്തിലൊന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്താണ് മാർത്താണ്ഡവർമ്മയുടെ രണ്ടാമത്തെ ദളവയായിട്ടുണ്ടായിരുന്ന ആളാണ്. ദളവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൈം മിനിസ്റ്റർ ഒക്കെ പോലത്തെ ഒരാൾ. ഓക്കെ, അപ്പോൾ ദളവയായിട്ടുണ്ടായിരുന്ന ആളാണ് രാമയ്യൻ ദളവ മാർത്താണ്ഡവർമ്മയുടെ ഒരു വിശ്വസ്തനായിട്ടുള്ള ആളാണ്. നിങ്ങൾ നോവലൊക്കെ വായിക്കുമ്പോൾ രാമയ്യൻ ദളവയാണോ ഹീറോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, അപ്പോൾ രാമയ്യൻ ദളവ എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ആളാണ്, ദളവയാണ്. അത് രണ്ടാമത്തെ ദളവയായിരുന്നു എന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 1737 to അത്യാവശ്യം ലോങ് പീരീഡ് മാർത്താണ്ഡവർമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. 1737 to 1756 വരെ ഏകദേശം മാർത്താണ്ഡവർമ്മയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന 2 പേര് ആരൊക്കെയാണത്? കുഞ്ചൻ നമ്പ്യാർ നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ ആരാണ്? ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ട് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ, കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ഒരാളും കൂടെ ഉണ്ട്, രാമപുരത്ത് വാര്യരെയും കൂടെ നിങ്ങളിത് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കണം. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്. ഓക്കെ, രാമപുരത്ത് വാര്യർ. അടുത്തത് മാർത്താണ്ഡവർമ്മ പണി ചെയ്ത നമ്മൾ കൺസ്ട്രക്ഷൻസ് ഒരുപാട് പഠിച്ചല്ലേ, ഈസ്റ്റ് ഫോർട്ട്, വെസ്റ്റ് ഫോർട്ട്, ഉദയഗിരി കൊട്ടാരം റീബിൽഡ് ചെയ്തു എന്നൊക്കെ. അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കൺസ്ട്രക്ഷനാണ് കൃഷ്ണപുരം കൊട്ടാരം. നിങ്ങൾ ലിറ്ററേച്ചർ ആർട്ട് റിലേറ്റ് ചെയ്തൊന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഗജേന്ദ്ര മോക്ഷം ചുവർച്ചിത്രം അവിടെയാണുള്ളത്. അത് കേരളത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിരുന്നു. കറന്റ് ലാർജസ്റ്റ് അല്ല. അപ്പോൾ കറന്റ് ഏതാണ് ലാർജസ്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? സോ ഇത്രയൊക്കെയാണ് നോക്കാനുള്ളത്. ഇനി മാർത്താണ്ഡവർമ്മേനെ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യാം. 1706 മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ് എന്താണ് 17 വയസ്സുണ്ടാകുമ്പോൾ എന്താണ് 1723 എന്താ? വേണാട് സന്ധി ഉണ്ട്. പിന്നെ 1729 എന്താ? നിങ്ങൾക്കറിയാം, വർഷം നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. 1779 എന്താണ്? കൊറോണേഷൻ, രാജാവായി പദവി ഏറ്റെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ പിന്നീടുള്ളത് 1730
കുളം തോണ്ടൽ വിച്ച് ഈസ് 8 വീട്ടിൽ പിള്ളമാർ 8 യോഗം തമ്പി ബ്രദേഴ്സിനെയൊക്കെ എൻഡ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു സമയത്താണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് 1731-33 അവിടെയാണ്, ആ ഒരു സമയത്താണ് എന്തുള്ളത്, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ടെമ്പിൾ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ഈസ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741. ആരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നമുക്ക് കിട്ടിയ ആളാരാണ്? ഡെലനോയ് അല്ലെ, ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഓഫ് ട്രാവൻകൂർ. അടുത്തത് എന്താണ് പിന്നീട് നമുക്ക് നോക്കാനുള്ളത്? 742 കുളച്ചിൽ കഴിഞ്ഞ് 741 കുളച്ചിൽ കഴിഞ്ഞ് 42 ട്രീറ്റി ഓഫ് മാന്നാർ. ആരൊക്കെ തമ്മിലാണെന്നുള്ളത് നിങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. അടുത്തത് പുറക്കാട് വാറുണ്ട് 1746. പിന്നെന്താണ് 1750 എന്താ നടക്കുന്നത്? തൃപ്പടിദാനം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരെയാണ്? ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മ.